प्यारे छात्रों नमस्कार। आज हम वीर बहुटी कहानी का बाकी भाग पढ़े। पिछले क्लास में हमने वीर बहुटी कहानी का कुछ भाग पढ़ा है, याद है ना। गणित के माठ साहब सुंदर जी ने बेला के बालों में पंचा फंसाया। जिस गलती को देखकर उन्होंने उसके बालों में पंचा फंसाया था, वास्तव में यह गलती ही नहीं थी, इसलिए उन्होंने उसे जल्दी ही छोड़ दिया। लेकिन बेला का मन बहुत खराब हो गया था, क्योंकि साहिल के सामने यह व्यवहार उसको बिल्कुल पसंद नहीं। जब वह उसके पास आकर बैठी तो उससे नसर नहीं मिला पाई। आगे क्या हुआ देखिए। दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी। कोई उसे होय हे होय सफ़ेद पट्टी कह रहा था, तो कोई सुल्ताना डाकू, तो कोई कुछ और कहकर चिढ़ा रहा था। दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी। ദീപാവലി അവധി കഴിഞ്ഞിട്ട് എപ്പോഴാണ് സ്കൂൾ തുറന്നത്, അപ്പോൾ ബേലയുടെ തലയിൽ സഫേദ് പട്ടി എന്താണ്, വൈറ്റ് ബാൻഡേജ് ഇട്ടിരുന്നു. കൊയ് ഉസേ ഹോയ് ഹേയ് ഹോയ് സഫേദ് പട്ടി കഹ റഹാ ഥാ അല്ലേ. കുറച്ച് കുട്ടികൾ അവളെ ഹോയ് ഹേയ് സഫേദ് പട്ടി എന്ന് പറഞ്ഞ് കളിയാക്കി. तो कोई സുൽത്താന ഡാക്കു, കുറച്ച് പേരെന്താ പറഞ്ഞത്, സുൽത്താന ഡാക്കു കൊള്ളക്കാരി രാജ്ഞി എന്ന് വിളിച്ചവളെ കളിയാക്കി. तो कोई कुछ और कहकर चिढ़ा रहा था അല്ലേ. മറ്റ് കുറച്ച് കുട്ടികൾ അവളെ മറ്റെന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി. ये क्या हो गया बेला, साहिल ने परेशान होते हुए पूछा. लेकिन ये देखकर साहिल बहुत परेशान हो गया. എന്നാലേ ബേലയുടെ തലയിൽ ഈ ബാൻഡേജ് കണ്ടിട്ട് സാഹിലെ വളരെ പരിഭ്രമിച്ചു പോയിരുന്നു. ലെവ്സ്നെ ഇസ് പ്രകാർ പൂച്ച ക്യാ ഹോ ഗയാ ബേല, എന്താ പറ്റിയത് ബേലെ, സാഹിൽ ചോദിച്ചു. छत से गिर गई, बेला ने हंसते हुए कहा और कहा बहुत दिन हो गए, आज खेल खंडी में गांधी चौक में लंगड़ी डांग खेलेंगे. छत से गिर गई, बेला ने हंसते हुए कहा. ബേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ പറ്റിയത്, ഛത്ത് സെ ഗിർ ഗയി, മേൽക്കൂരയിൽ നിന്ന് വീണതാണ്. ബഹുത് ദിൻ ഹോ ഗയേ അല്ലേ, ആജ് ഖേൽ ഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലംഗടി ഡാങ് ഖേലെങ്കെ. കുറേ ദിവസമായി ഇന്ന് ഗാന്ധി ചൗക്കിലെ കളിയുടെ പീരീഡ് മുഴുവനും എന്ത് ചെയ്യണം, കളിക്കണം. ലംഗടി ഡാങ് ഖേലെ. नहीं खेलेंगे तेरे सिर में फिर से लग जाएगी तो. ഓ, സാഹിലിനെ പേടിയായിരുന്നു. സാഹിൽ പറഞ്ഞു അല്ലേ, നെഹി ഖേലെങ്കെ, വേണ്ട, എന്താ ചെയ്യണ്ട, കളിക്കണ്ട അല്ലേ. തെരെ സിർ മേ ഫിർ സെ ലഗ് ജായേഗി തോ, നിൻ്റെ തലയിൽ വീണ്ടും കൊണ്ടാലോ. നെഹി ലഗേഗി, ബേലാനെ ജിദ് की. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलगंडी लंगड़ी डांग खेले. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसे दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. नहीं लगेगी, ബേലാനെ ജിദ് की. ബേല വാശി പിടിച്ചു, എന്താണ്, എൻ്റെ തലയിലൊന്നും ഇനി കൊള്ളുകയൊന്നുമില്ല. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल खंडी लंगड़ी डांഗ് खेले. എന്നാൽ അവരെന്ത് ചെയ്തു, എല്ലായ്പ്പോഴും പോലെ ഹമേശാക്കി തരഹ, എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ എന്ത് ചെയ്തു, കളിയുടെ മുഴുവൻ പീരീഡും അവിടെ കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती, അങ്ങനെയാണ് ജൈസെ ഔർ സമയ സെ കുച്ച് അധിക് മുസ്കുരാ രഹി ഹോ. അപ്പം ഗാന്ധിജിയുടെ പ്രതിമ ഈ കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ട് സന്തോഷത്തോടെ എല്ലാ സമയത്തേക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. ऐसा क्यों, इसका मतलब क्या है, गांधी जी के मन में बच्चों के प्रति बहुत प्यार है, इसलिए ऐसा लगता है അല്ലേ. ഗാന്ധിജിയുടെ മനസ്സിൽ എപ്പോഴാണ് എന്താണ്, കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണ് കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ പ്രതിമ ചിരിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നത്. आगे क्या हुआ देखें. रविवार का दिन था. साहिल अपने घर में
नीम के पेड़ की डाली पकड़कर झूम रहा था। वो एक स्टूल पर चढ़कर झूलता था। अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई। 1 इंच गहरा गड्ढा हो गया। രവിവാർ का दिन था. രവിവാർ എന്താണ്? സൺഡേ അല്ലേ? അന്ന് സൺഡേ ആയിരുന്നു. സാഹിൽ अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. സാഹിൽ എന്ത് ചെയ്യായിരുന്നു? തൻ്റെ വീട്ടിലെ നീം മരം എന്താണ്? വേപ്പ് മരം അല്ലെ? വേപ്പ് മരത്തിൻ്റെ ഡാലി പകടുക്കാർ, അതിൻ്റെ ഒരു ശിഖരം, അതിൻ്റെ ഒരു ശാഖ പിടിച്ചിട്ട് അല്ലെ അതിൻ്റെ ഒരു ബ്രാഞ്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യായിരുന്നു? ഊഞ്ഞാലാടുകയായിരുന്നു. वो एक स्टूल पर चढ़कर झूलता था. അവൻ എങ്ങനെയാണ് ആടിക്കൊണ്ടിരുന്നത്? एक स्टूल पर चढ़कर, ഒരു സ്റ്റൂളിന് മുകളിൽ കയറിയിട്ടായിരുന്നു ആടിക്കൊണ്ടിരുന്നത്. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. अचानक, സഡൻലി അല്ലെ, പെട്ടെന്നാണ് ഇത് ആയത്. സ്റ്റൂൾ കി ഏക് കീൽ അല്ലെ, അതൊരു ടൂട്ടേ സ്റ്റൂളായിരുന്നു, അതൊരു പൊട്ടിയ സ്റ്റൂളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റൂളിൻ്റെ ഒരു കീൽ, ഒരു ആണി സാഹിലിൻ്റെ പിണ്ടലിമേ ലഗ്. പിണ്ടലി എന്ന് പറയുന്നത് കാൽമുട്ടിന് പിൻവശത്തുള്ള ഭാഗമാണ്. അവിടെയാണ് തറച്ച് കയറിയത്. 1 ഇഞ്ച് ഗഹ്റ ഗഡ്ഡ ഹോ ഗയ. അവിടെ എന്ത് പറ്റി? 1 ഇഞ്ച് ആഴമുള്ളൊരു കുഴിയുണ്ടായി. रविवार के दिन क्या हो गया? रविवार के दिन सवेरे साहिल एक स्टूल पर चढ़कर झूल रहा था. अचानक वो गिर गया. उस समय स्टूल की एक कील उसके पिंडली में लग गई. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है, सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी तो होती और एक की पिंडली में. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. അങ്ങനെ സാഹിലിനെ സർക്കാർ ഹോസ്പിറ്റലിലെ അല്ലെ പട്ടി ബന്ധവാനെ के लिए, പട്ടി ബന്ധവാൻ എന്താണ്? ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. उस समय उसने क्या देखा? അല്ലേ, 2 लोगों के आगे, അവിടെ നിൽക്കുന്ന 2 പേരുടെ മുന്നിലായിട്ട് ബേല ഖടി ഹേ, ബേല നിൽക്കുന്നുണ്ട്. बेला को क्या हो गया? देखिए, सिर पर पट्टी बंधवाने आई है. बेला भी सिर पर पट्टी बंधवाने के लिए आई है. बेലയും എന്താണ്? തലയിലെ ബാൻഡേജ് ഇടാൻ വേണ്ടി വന്നതായിരുന്നു. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते, एक के सिर पर पट्टी बंधी थी और दूसरे के पिंडली में. അങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്തും വരുന്ന സമയത്തും അതേപോലെ ക്ലാസ്സിലും കുറേ ദിവസം അങ്ങനെയുള്ള 2 കുട്ടികളെ കാണപ്പെട്ടു. എങ്ങനെയുള്ളതാണ്? ഒരാളുടെ തലയിൽ ബാൻഡേജ് ഉണ്ടായിരുന്നു, മറ്റൊരാളുടെ കാലിന് പിറകുവശത്തും. സഫേദ് പട്ടി വാലെ യേ ദോനോ കहीं पर भी साथ ही दिखाई देते. അല്ലേ, ഈ വെള്ള ബാൻഡേജ് ഇട്ട 2 പേരെയും എവിടെ നോക്കിയാലും ഒരുമിച്ച് മാത്രമേ കാണപ്പെട്ടുള്ളൂ. धीरे धीरे दिन बीत गए. आगे क्या हो गया? देखें. 5वीं कक्षा का रिजल्ट आ गया. दोनों छठी में आ गए. यह स्कूल 5वीं तक ही था. 5वीं कक्षा का रिजल्ट आ गया. അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. दोनों छठी में आ गए. അല്ലെ, 2 പേരും 6ാം ക്ലാസ്സിൽ എത്തി. ഈ സ്കൂൾ 5वीं तक ही था. എന്നാൽ ഇവർ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂള് 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ അബ് തും കഹാ പഠോगे? ബേലാനെ പൂച്ച. അല്ലേ, സാഹിൽ നീ ഇനി എവിടെയാണ് പഠിക്കുക? ബേല ചോദിച്ചു. അവർ തും കഹാ പഠോगी? ബേല സാഹിലിനെ പൂച്ച. നീ എവിടെയാണ് പഠിക്കുക? സാഹിലും ചോദിച്ചു. मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम? അല്ലേ, ബേലാനെ കഹാ. അല്ലെ, മേരെ പാപ്പ കഹ് രഹേ ഥേ, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ രാജകീയ കന്യാ പാഠശാലാമേ പഠായെങ്കിൽ, അല്ലെ, രാജകീയ കന്യാ പാഠശാലയിലാണ് പഠിപ്പിക്കുക എന്ന്. അവർ തും? നീയോ? മുझे अगले साल अजमेर भेज देंगे. वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेला रहूँगा.
അല്ലേ, മുझे അഗ്ലേ സാൽ അജ്മേർ ഭേജ് ദേങ്കെ, എന്നെ അടുത്ത വർഷം, സാൽ ഇയർ അല്ലെ, അടുത്ത വർഷം അജ്മേർ ഭേജ് ദേങ്കെ, എവിടത്തേക്ക് അയക്കും, അജ്മേറിലേക്ക് അയക്കും. വഹാം ഏക് ഹോസ്റ്റൽ ഹേ, അവിടെ എന്തുണ്ട്, ഒരു ഹോസ്റ്റലുണ്ട്. ഘർ സെ ദൂർ വഹാം അക്കേലാ രഹൂങ്ക, വീട്ടിൽ നിന്ന് ദൂരെ ഞാൻ അവിടെ തനിച്ച് താമസിക്കും. ക്യോം സാഹിൽ, പത്താ നഹി ക്യോം, ബെലാനെ പൂച്ച ഐസ ക്യോം സാഹിൽ, എന്താ അങ്ങനെ, സാഹിൽ പറയാണ് പത്താ നഹി, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. തോ യാനിക്ക് അബ് തും ഫുലേരാമേ ഹി നഹി രഹോഗെ, തോ യാനിക്ക് അങ്ങനെയാണെങ്കിൽ നീ ഇനി ഫുലേരാമേ നഹി രഹോഗി, നീ ഇനി ഫുലേരയിൽ താമസിക്കില്ലേ. നഹി തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന, ഇല്ല നിൻ്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കൂ. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का। आज आखिरी बारी वे एक दूसरे की कोई चीज़ को छू कर देख रहे थे. साहिल बेला को रिपोर्ट कार्ड दिखाया. साहिल എന്ത് ചെയ്തു, ബേലയ്ക്ക് റിപ്പോർട്ട് കാർഡ് കാണിച്ചു കൊടുത്തു. और बेला साहिल का, बेला साहिलिൻ്റെ റിപ്പോർട്ട് കാർഡും നോക്കി. आज आखिरी बारी, आखिरी बार अंतिम बार, लास्ट टाइम. വേ ഏക് ദൂസരേക്ക് കൊയ് ചീസ് കോ ഛൂ കർ ദേഖ് രഹേ ഥേ, രണ്ടുപേരും എന്താണ്, മറ്റൊരാളുടെ എന്തെങ്കിലും ഒരു വസ്തു തൊട്ട് നോക്കുന്നത് അവസാനത്തെ പ്രാവശ്യമാണിത്. കാരണം എന്താണ്, ഇനി രണ്ടുപേരും വേറെ സ്കൂളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒന്നിച്ച് കാണുമോ എന്നുള്ളത് അറിയില്ല അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആഖിരി ബാരി വേ ഏക് ദൂസരേക്ക് കൊയ് ചീസ് കോ ഛൂ കർ ദേഖ് രഹേ ഥേ. തുമാരി ആँख में आंसू क्यों आ रहे हैं बेला, അല്ലേ, സാഹിൽ ने बेला से पूछा തുമാരി ആँख में आंसू क्यों आ रहे हैं, നിൻ്റെ കണ്ണിൽ എന്താ കണ്ണുനീര് വരുന്നത്. मुझे क्या पता, बेला ने डबडबाई आँखों से हंसते हुए कहा. അല്ലേ, मुझे क्या पता, എനിക്കറിയില്ല അല്ലേ. ബെലാനെ ഡബ്ഡബായി ആംഖോസെ, ഡബ്ഡബാൻ എന്താണ്, നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ, ആംഖോസെ ഹസ്തേ ഹുയെ കഹ, ഹസ്ന എന്താണ്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. साहिल की आंखें बीर बहुटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं छिड़ाऊँ अब तुम्हें रोनी सूरत साहिल, रोनी सूरत साहिल. साहिल की आंखें बीर बहुटी की तरह लाल होने लगी थी. मतलब उस समय साहिल की आंखें भी लाल होने लगी थी. किसके समान, बीर बहुटी के समान. बीर बहुटी की विशेषता क्या है, बीर बहुटी का रंग लाल है. साहिल की आंखें भी लाल होने लगी और उसकी आंखों में भी बारिश की बूंदों सा पानी भर गया था. बारिश എന്താണ്, വർഷ അല്ലേ, മഴക്കാലത്തുള്ള അല്ലെ മഴയുടെ തുള്ളി പോലെ കണ്ണുനീര് നിറഞ്ഞിരുന്നു. ബേല കഹനെ ലഗേ मैं छिड़ाऊँ अब तुम्हें रोनी सूरत സാഹിൽ, रोनी सूरत സാഹിൽ. रोनी सूरत കരയുന്ന സാഹിലെ, കരയുന്ന സാഹിലെ എന്ന് പറഞ്ഞിട്ട് ബേല അവനെ കളിയാക്കാൻ തുടങ്ങി. बारिश आने में 1.5 महीना बाकी था, लेकिन यह बारिशों से पहले की बारिश का एक दिन था. आसमान में खड़ाएँ खिली थी, धूल भरी तेज़ हवाएं चल रही थी, पानी बरस रहा था. फुलेरा कस्बे की बादल छाई एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी. उसके भूरे लाल बाल बीर बहुटियों के रंग के लाल रिबन से बंधे थे. दूसरी दिशा को जाती एक गली में 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. इसकी पिंडली में बीर बहुटी के रंग का सा 1 इंच लंबा चोट का निशान था. बारिश आने में 1.5 महीना बाकी था. അല്ലേ, മഴ വരാൻ ഇനിയും എന്താണ്, 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ യഹ് ബാരിസ് സെ പഹ്ലേക്ക് ബാരിസ് കാ ഏക് ദിൻ താ, എന്നാൽ ഇത് മഴക്കാലത്തിന് മുമ്പുള്ള മഴയുടെ ഒരു ദിവസമായിരുന്നു. ആസ്മാൻ മേ ഘടായേ ഘിരി ഥി, അല്ലേ, ആസ്മാൻ ആകാശ്, അല്ലേ, ആകാശ് മേ ഘട ഘട മേഘ്, അല്ലെ മേഘങ്ങളെ നിറഞ്ഞിരുന്നു. ഘിർണ വലയം ചെയ്യപ്പെടുക, അല്ലെ ആകാശത്തിൽ നിറയെ മേഘങ്ങളായിരുന്നു. ധൂൽ ഭരി തേസ് ഹവായേ ചൽ രഹി ഥി, പൊടി നിറഞ്ഞ ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ബാദൽ, അല്ലെ പാനി ബരസ് രഹാ ഥാ, മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഫുലേര കസ്ബേക്ക് ബാദൽ ഛായി ഏക് ഗലി മേ 5वीं से 6वीं में चली गई एक लड़की जा रही थी. അല്ലെ ഉസ് സമയം ഫുലേര കസ്ബേ സെ, അല്ലെ ആ സമയത്ത് ഫുലേര ടൗണിലൂടെ ഏക് ഗലി മേ, അല്ലെ ഒരു സ്ട്രീറ്റിൽ എന്താണ്, 5वीं से 6वीं में चली गई, 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലെത്തിയിരിക്കുന്ന ഏക് ലടുക്കി ജാ രഹി ഥി, ഒരു പെൺകുട്ടി പോയിക്കൊണ്ടിരുന്നു.
उसके भूरे बाल वीर बहुटियों के रंग के लाल रिबൺ से बंधे थे. അവളുടെ തവിട്ട് നിറമുള്ള മുടി അല്ലെ, ബേലയുടെ മുടിക്ക് തവിട്ട് നിറമാണ്. ആ മുടി എന്താണ്? ബീർ ബഹുട്ടിക്ക് സമാൻ ലാൽ രംഗ് കെ റിബൺ സെ ബന്ധേ थे. ബീർ ബഹുട്ടിയെ പോലെയുള്ള ചുവപ്പ് നിറമുള്ള ഒരു റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. दूसरी दिशा को जाती एक गली में 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. അല്ലെ, दूसरे दिशा में അടുത്ത ഭാഗത്തേക്ക് അല്ലെ, മറ്റൊരു സ്ട്രീറ്റിലേക്ക് ആരാണ് പോകുന്നത്? സാഹിൽ. അല്ലേ, 5वीं से 6वीं में गया एक 11 साल का लड़का जा रहा था. 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് എത്തിയ 11 വയസ്സുള്ള ഒരു കുട്ടിയും പോയിക്കൊണ്ടിരുന്നു. इसकी पिंडली में बीर बहुटी के रंग का सा 1 इंच लंबा चोट का निशान था. उसकी पिंडली में അല്ലെ, അവൻ്റെ കാലിന് പിറകു വശത്തായിട്ട് 1 इंच गहरा गड्ढा था. इसका रंग लाल रंग था. അല്ലേ, അവൻ്റെ കാലിന് പിറകു വശത്തായിട്ട് 1 ഇഞ്ച് നീളമുള്ള ആഴമുള്ള മുറിവുണ്ടായിരുന്നു. അതിൻ്റെ നിറം എന്തായിരുന്നു? ചുവപ്പ് നിറമായിരുന്നു. അല്ലേ, ഇത്രയുമാണ് ഈ കഥ. അപ്പോൾ കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിരിക്കുമല്ലോ. ഇനിയും ബാക്കി ഭാഗവും കൂടെ നന്നായിട്ട് വായിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ധന്യവാദം.